ഹായ് എവ്രി വൺ. ഇന്ന് മാർച്ച് 8 അല്ലേ? ഹാപ്പി വുമൻസ് ഡേ എന്ന് പറയണ, എന്നാലും ഇരിക്കട്ടെ, എല്ലാവരും പറയുന്നല്ലേ ഹാപ്പി വുമൻസ് ഡേ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ മാർച്ച് 8 ആവണ ഒരു അംഗീകരിക്കണമെങ്കിൽ ഈ വുമണിനെ ഈച്ച് ആൻഡ് എവറി ഡേ ഇസ് എ വുമൻസ് ഡേ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിലെ എന്താ പറയുക, ഒരു വുമൺ ഉണരുമ്പോൾ ആ വീട് ഉണരുന്നതും, അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഗ്യാസ് ഓഫാക്കിയാ മോട്ടറിൻ്റെ സ്വിച്ചെല്ലാം ഓഫാക്കിയിട്ടാണ് ഉള്ളത്, ബാക്കിത്തെ കിച്ചൻ്റെ ഡോറ് പൂട്ടീനാ, ഇതെല്ലാം ഉറപ്പ് വരുത്തിയിട്ട് ലാസ്റ്റ് ഉറങ്ങുന്നത് ഒരു എന്നത് 100-90% ലേഡി ആയിരിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിലുള്ള ഓരോരോ പ്രളയം ഉണ്ടല്ലോ, വുമൻസ് ഡേ അങ്ങനെ വുമൺ അങ്ങനെ ഇങ്ങനെ ഒന്നും വേണ്ടടോ. ഡെയിലി ഒന്ന് വീട്ടിലുള്ള ആൾക്കാരെങ്കിലും ഒന്ന് അംഗീകരിച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങളത് കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ ഹോട്ടൽസിലെ പോലെ അവിടെ നല്ല ഫുഡാണ്, അവിടെ നല്ല ഫുഡല്ലെങ്കിൽ പിന്നെ പോകില്ലല്ലോ. അപ്പോൾ ആ നല്ല ഫുഡെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നീ ആൾ കൊള്ളാമല്ലോ, ഇത് മതിയടോ സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഗിഫ്റ്റും എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുക്കണമെന്നില്ല. ശരിക്കും ഒരു അപ്രീസിയേഷൻ കിട്ടിയാൽ തന്നെ മതി. അത് നിങ്ങൾ ഈ ഓസ്കാർ അവാർഡ് കൊടുത്തതിനേക്കാൾ സന്തോഷം ഉണ്ടാവും. നിങ്ങളൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് അതിന് ഒരു അംഗീകാരം കിട്ടുമ്പോൾ ആ ഒരു മനസ്സിനെന്താ പറയുക, ഒരു കുളിർമ ഉണ്ട്. അത് അനുഭവിച്ചാൽ മാത്രം മനസ്സിലാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും ചെയ്യുക. നിങ്ങൾ എല്ലാവരെയും പറയുന്നില്ല, ഓരോരുത്തരും വീട്ടിൽ വന്നിട്ട് എനിക്കില്ലേ എന്തെങ്കിലും ചെയ്തിട്ട് അത് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം രാവിലെ മുതൽ ഇവിടെ പണി, ഈ പണി ഒരു ദിവസം ഇവരെടുത്തിട്ടില്ലെങ്കിലും മനസ്സിലാവും എന്താണ് ഇവരെല്ലാം എടുത്തിട്ടുള്ളതെന്ന്. ഒന്ന് വിചാരിക്കുക, ഞാൻ ഇന്ന് പണി മുടക്കുന്നത്. നിങ്ങൾ രാവിലെ കുളിച്ചിട്ടിട്ട തോർത്ത് മുതൽ അലക്കാനിട്ട് ഇന്നർവെയർ അടക്കം അലക്കിയിട്ട് മടക്കിയിട്ട് ആ കബേർഡിലെത്തുമ്പോൾ ചിന്തിക്കുന്നില്ല ഇവക്കെല്ലാം എന്താ പണി, ഇതെല്ലാം പണിയാടോ, ഒരു കൂലി വാങ്ങുന്നില്ല ഇറ്റാ. അപ്പോൾ ഇങ്ങനെയെല്ലാം കേട്ട ആൾക്കാരെ ഞാൻ അംഗീകരിക്കുന്നു. ഇവർക്കെല്ലാം പിശിക്കാടോ അപ്രീസിയേഷൻ ചെയ്യാത്ത, ഒന്നും വേണ്ട, ഒരു പൈസ ചെലവുണ്ടാ, ഒന്ന് പറഞ്ഞാൽ പോരെ, നീ ഒരു അടിപൊളിയാടോ, നീ സൂപ്പറാണെന്ന്. ഈലുമ്പില്ല പിശിക്ക് വേറെ എവിടെ ഉണ്ടാവാൻ, ഇലുമ്പില്ല പിശുക്ക പൈസ പിശുക്ക്. ഇങ്ങനെ കുറേ കഷ്ടപ്പാടും സങ്കടങ്ങളും ഒതുക്കി വെക്കുന്ന ഈ വുമൻസിന് ഇരിക്കട്ടെ എൻ്റെ വുമൻസ് ഡേ വിഷസ്. അപ്പോൾ വുമൻസ് ഡേക്ക് ഒരു പ്രത്യേക ദിവസമൊന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നില്ല, നിങ്ങളെ 365 ദിവസവും നിങ്ങളെ വുമൻസ് ഡേ തന്നെയാണ്. നിങ്ങളെല്ലാം അടിച്ചു പൊളിക്കി. അപ്പോൾ ഇതുപോലെ വിങ്ങളോടെ ഇരിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടാവും നിങ്ങളെ വീട്ടിലോ ഫ്രണ്ട്സോ അപ്പുറത്തെ വീട്ടിലോ ഇപ്പുറത്തെ വീട്ടിലോ ആർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്ക്. ഇൻസ്റ്റ ഉണ്ടെങ്കിൽ എന്തായാലും ഒരിടം മെൻഷൻ ചെയ്തോ. അപ്പോൾ ഈ ഒരു വുമൻസ് ഡേ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഫ്രം ജുഗ്നു സ്പോട്ട്ലൈറ്റ്. ബൈ.